നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത്, കേരളത്തെ ആധുനികവൽക്കരിച്ചത് അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളാണ്. ഇല്ലെങ്കിൽ ഇന്ന് കാണുന്ന കേരളം ഒരു നായർ കേരളമായി, ശൂദ്ര മലയാളമായിട്ട് ഒടുങ്ങിത്തീർന്നേനെ. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ നാടകത്തിൻ്റെ ഭാഗം ഇവിടെ വായിക്കാം. ആ നാടകം മറ്റാരുടേതുമല്ല, ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രസിദ്ധനായ നാടകൃത്ത്, നാടക സംവിധായകൻ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിയുടെ സാധുജന പരിപാലകൻ എന്ന് പറയുന്ന നാടകത്തിൽ ഏതാനും വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ആരാണ് സാധുജന പരിപാലകൻ? ആരാണ് സാധുജന പരിപാലകൻ? നിങ്ങൾ ഉത്തരം പറയണം. ആരാണ് സാധുജന പരിപാലകൻ? ആരാണ്? ഉത്തരവില്ലേ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഷൺമുഖവർദ്ധിനി സഭയിലെ അംഗങ്ങൾക്ക് ഇത്രയും സൗണ്ടേ ഉള്ളോ? ആരാണ് സാധുജന പരിപാലകൻ? അതെ, സാധുജന പരിപാലകൻ അയ്യങ്കാളി. നാടകത്തിൽ ഏതാനും ഭാഗങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ പൊലയനും പറയനും വില്ലുവണ്ടിയിൽ യാത്ര ചെയ്താൽ അവരുടെ ചോര കൊണ്ട് തിരുവിതാംകൂർ ചുവക്കണം. ശ്രീപത്മനാഭനാണേ സത്യം. രംഗം 1, വർഷം 1893. അയ്യങ്കാളി വില്ലുവണ്ടി വാങ്ങിയ വാർത്തയുടെ പരിഭ്രാന്തി പടരുന്ന ഒരു തെരുവ്. കുഞ്ഞാപ്പി: തമ്പ്രാനെ ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പ്രമാണി: അതാരാണ്? കുഞ്ഞാപ്പി ചാന്നാനാണോ? എന്താണടാ നിനക്ക്? കുഞ്ഞാപ്പി: തമ്പ്രാന്മാരെ, വെങ്ങാനൂരിലെ ചാളകളിൽ എന്തെല്ലാമോ നടക്കുന്നെന്നാ എൻ്റെ വിചാരം. പ്രമാണി: നിൻ്റെ ഒരു വിചാരം? എടാ, വെങ്ങാനൂർ എന്താടാ, പുതുതായിട്ട് ഏതെങ്കിലും ദേവേന്ദ്രൻ വന്ന് ജനിച്ചോ? കുഞ്ഞാപ്പി: അതല്ല തമ്പ്രാന്മാരെ, വെങ്ങാനൂർ അയ്യങ്കാളി എന്നൊരു പൊലയനുണ്ട്, അവൻ്റെ മകൻ കാളി എങ്ങാണ്ടൂന്ന് ഒരു വില്ലുവണ്ടി മേടിച്ചെന്ന്. പ്രമാണി: ഒരു പുലയൻ വില്ലുവണ്ടി വാങ്ങിച്ചെന്നോ? അവനാരാ വില്ലുവണ്ടി വിറ്റത്? അവൻ എന്തിനാ വില്ലുവണ്ടി? കുഞ്ഞാപ്പി: അതൊന്നും എനിക്കറിയില്ല എൻ്റെ തമ്പുരാനെ. ആ കാളിക്ക് അവരുടെ ഇടയിൽ വലിയ ഖ്യാതിയ, ഭയങ്കര അഭ്യാസിയാണത്രേ. പ്രമാണി: എന്തൊരഭ്യാസിയാണടേ? നമ്മുടെ നായർ പടയാളികളെ തോൽപ്പിക്കാനെ കൊണ്ട് എന്താണടേ അവരുടെ കയ്യിലുള്ളത്? കേൾക്കട്ട്. കുഞ്ഞാപ്പി: തമ്പ്രാക്കളെ, ആ കാളിയും കൂട്ടരും നിങ്ങളുടെ വഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുമത്രേ. പ്രമാണി: വില്ലുവണ്ടിയിൽ പറയനും പലയനും കുറവനുമൊക്കെ നമ്മുടെ വഴിയിലൂടെ യാത്ര ചെയ്യുകയോ? നിനക്കെന്താടാ, തലയ്ക്ക് നൊസ്സായോ? കുഞ്ഞാപ്പി: സത്യമായും തമ്പുരാനെ, അവർക്കങ്ങനെ ഒരു പരിപാടി ഇട്ടോണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഇത്രയും ഓടി വന്നത്. പ്രമാണി: പൊലയൻ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുകയോ? തല പോയാലും ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത്തരം ചിന്തകൾ മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഇതെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയേ ഇവന്മാരവസാനിപ്പിക്കൂ. പ്രമാണി: ശ്രീപത്മനാഭൻ്റെ നാട്ടില് പൊലയനും പറയനുമെല്ലാം വില്ലുവണ്ടിയിലും യാത്ര ചെയ്യുകയോ? അതും നമ്മുടെ വഴിയിലൂടെ? പറ്റില്ല. അങ്ങനെ ചിന്തിച്ചതിന് തന്നെ ഇവറ്റകളുടെ ചോര കൊണ്ട് തിരുവിതാംകൂർ ചുവക്കണം. ശ്രീപത്മനാഭനാണേ സത്യം. ഇങ്ങനെ തിരുവിതാംകൂർ പുലയരുടെ ചോര കൊണ്ട് ചുവപ്പിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത നായർ പ്രമാണിമാരെ, ഫ്യൂഡൽ നാടുവാഴി മേധാവികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി അവരുടെ മാറിലൂടെ വില്ലുവണ്ടി പായിച്ചത്. ആ വില്ലുവണ്ടി പായിച്ചതിലൂടെയാണ് കേരളത്തിൽ ഒരു പൊതുമണ്ഡലം മഹാത്മാ അയ്യങ്കാളി സൃഷ്ടിച്ചത്. അതുവരെ പൊതുമണ്ഡലം ഉണ്ടായിരുന്നില്ല, പൊതുവഴികൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ പൊതുവഴി സൃഷ്ടിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ് പൊതുവഴി സൃഷ്ടിച്ചത്. കേരളത്തെ വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിച്ചത് ആരാണ്? അത് മഹാത്മാ അയ്യങ്കാളിയാണ്. എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന വിദ്യാലയം സൃഷ്ടിച്ചത് അയ്യങ്കാളിയാണ്. അതിനു മുമ്പുള്ള വിദ്യാലയങ്ങളെല്ലാം നായന്മാർക്കോ അല്ലെങ്കിൽ മറ്റു ചില സവർണ ജാതിക്കാർക്കോ മാത്രം പഠിക്കാനുള്ള പ്രത്യേകം വിദ്യാലയങ്ങളായി നിലനിർത്തിയ ഒരു സ്ഥാനത്ത് എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന വിദ്യാലയങ്ങൾ തുടങ്ങിയത് മഹാനായ അയ്യങ്കാളിയാണ്.
എന്ന് മുതലാണ് സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത്? കേരളത്തിൽ ഉച്ചക്കഞ്ഞി പദ്ധതി ആരംഭിച്ചത് മഹാനായ അയ്യങ്കാളിയുടെ പ്രജാസഭയിലെ അഭ്യർത്ഥനയ്ക്ക് ശേഷമാണ്. അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഉച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കുന്നതിന് പ്രോദ്ഘാടനം നിർവഹിച്ചത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. ഈ നാടകത്തിലെ രണ്ടാമത്തെ രംഗം, സാധുജനം ജാതി വഴികളെ പൊതുവഴികളാക്കുന്നു. വാചകങ്ങൾ ശ്രദ്ധിക്കണം. സാധുജനം ജാതി വഴികളെ പൊതുവഴികളാക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്നത് അത് അടിത്തട്ട് ജനത സൃഷ്ടിച്ച നവോത്ഥാനമാണ്. അത് അയ്യങ്കാളിയുടെ സാധുജനങ്ങളായ പുലയരും പറയരും ദളിതരും സൃഷ്ടിച്ചതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം. അല്ലാതെ സവർണ ജനവിഭാഗങ്ങളിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതല്ല കേരളത്തിൻ്റെ നവോത്ഥാനം. ആ നവോത്ഥാനത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചത് മഹാത്മാ അയ്യങ്കാളിയുടെ വിരോചിതമായ പോരാട്ടങ്ങളാണ്. വില്ലുവണ്ടിയിൽ തല ഉയർത്തിപ്പിടിച്ച് തലപ്പാവേന്തിയ കാളി, വണ്ടി വലിക്കുന്ന 2 വെള്ളക്കാളകൾ, ഇരുവശങ്ങളിലും അകമ്പടിയായ ഏതാനും കരിന്തലകൾ, ഇടവഴികളിൽ ചട്ടമ്പികൾ ഈ യാത്രയെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ കത്തിയൂരി ഭയപ്പെടുത്തിക്കൊണ്ട് അയ്യങ്കാളിയും സംഘവും കടന്നു പോവുകയാണ്. അയ്യങ്കാളിയും സംഘവും കടന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് കേരളത്തെ മതനിരപേക്ഷവൽക്കരിച്ച, കേരളത്തെ ജനാധിപത്യവൽക്കരിച്ച, കേരളത്തെ സാഹോദര്യവൽക്കരിച്ച, കേരളത്തിൽ സമത്വത്തിൻ്റെ കാഹളമുയർത്തിയ ഒരു വലിയ യാത്രയായിരുന്നു വില്ലുവണ്ടി യാത്ര. യഥാർത്ഥത്തിൽ ഈ വില്ലുവണ്ടി യാത്രയെ നമുക്കേതിനോടെങ്കിലും താരതമ്യപ്പെടുത്താമെങ്കിൽ അത് ഫ്രഞ്ച് വിപ്ലവത്തോടാണ് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത്. ഫ്രഞ്ച് വിപ്ലവത്തോടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയെ നമ്മൾ വില്ലുവണ്ടി യാത്രയെ താരതമ്യപ്പെടുത്തേണ്ടത്.